ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടത്തിലെ 34-ാം വാരം ശനിയാഴ്ച. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. സഭയിലെ സാധാരണകാലം അവസാനിക്കുകയാണല്ലോ. നാളെ മുതൽ ഒരു പുതിയ ആരാധനാക്രമം ആഗമനകാലം ആരംഭിക്കുന്നു. ഈ ആഴ്ചയിലെ വായനകൾ എല്ലാം നമ്മെ നമ്മുടെ അവസാന കാലത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ആയിരുന്നല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ സഭ ജാഗരൂകരായിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന ആഹ്വാനമാണ് നൽകുന്നത്. 3 തരത്തിലുള്ള ജാഗരൂകതയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട്, ദുഷ്ടാത്മാവിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കുക. ദുഷ്ടാത്മാവ് എപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്നു. അവൻ നമ്മെ ആക്രമിക്കുന്നത് നാം ദുഃഖത്തിൽ ആയിരിക്കുമ്പോൾ, നാം ദുർബലരാകുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ സംശയവും ആശയക്കുഴപ്പവും വിതച്ചുകൊണ്ട് ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും കുറിച്ചുള്ള സത്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഇതിനെതിരെ നമുക്ക് വേണ്ടത് ജാഗ്രത, വിവേകം, വിശ്വാസ നിഷ്ഠ, ക്ഷമ, ആത്മനിയന്ത്രണം, ദൃഢനിശ്ചയം എന്നിവയാണ്. രണ്ടാമതായിട്ട്, നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ജാഗരൂകതയാണ്. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും നിശ്ചിതവും സുനിശ്ചിതവുമായ കാര്യം നമ്മുടെ മരണമാണ്. അതുപോലെ ഏറ്റവും നിശ്ചയമില്ലാത്തതും മരണം തന്നെയാണ്. കാരണം എപ്പോൾ മരണം സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. മരണം രാത്രി വരുന്ന കള്ളനെ പോലെ അപ്രത്യക്ഷമായി വരാം. അതിനാൽ യേശു നൽകുന്ന ഉപദേശം സ്വീകരിക്കാം, എപ്പോഴും തയ്യാറായിരിക്കുക. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി ജാഗരൂകരായിരിക്കണം എന്നതാണ്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം നമുക്ക് നൽകിയ വരദാനങ്ങൾക്ക് ഫലം കാണിക്കേണ്ട ദിനം തന്നെയാണത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായ സമയം ദൈവസേവനത്തിനായി വിനിയോഗിക്കണം. ആഗമനകാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ദൈവത്തിൻ്റെ മകൻ, മകൾ എന്ന നിലയ്ക്ക് യോജിക്കാത്ത ഏതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നാണ് തിരുത്താനുള്ള സമയം, ഇന്നാണ് തിരികെ വരാനുള്ള സമയം, ഇന്നാണ് ആത്മീയ ഉണർവിൻ്റെ സമയം.